വല്ലാത്ത സങ്കടം തോന്നിയ ദിവസങ്ങളുണ്ട്. കാരണം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതിന് ശേഷം ഈ കീരിയുടെ ശല്യം വല്ലാത്ത ശല്യമാണ്. എല്ലാം തുരന്ന് നശിപ്പിച്ചുകൊണ്ട് പോകുന്നു. എന്താണ് ഇതിനൊരു പരിഹാരമെന്നറിയില്ല. ഒരൊറ്റ വേസ്റ്റ് പോലും പരിസരത്ത് ഇടാണ്ട് പൈപ്പിനകത്തിട്ട് അടച്ചിട്ടും കീരി ശല്യം വളരെ. മഞ്ഞൾ വളർന്ന് കാച്ച് പൂത്ത് ഈ മഞ്ഞളിൻ്റെ ഇല കൊണ്ട് വെള്ളം കാച്ചി കുടിക്കുമായിരുന്നു. ഈ മഞ്ഞൾ അരയ്ക്കാമായിരുന്നു. എല്ലാം വളർന്ന് നല്ല മൂത്ത് വന്നതിന് ശേഷം മഞ്ഞളിന് അത്രയും തോണ്ടി തിന്നുകൊണ്ട് പോകുന്നു. അതുപോലെ കാബേജ്, കോളിഫ്ലവർ, ഇതിൻ്റെ തൈയൊക്കെ നന്നായിട്ട് വളർന്നു വരുമ്പോൾ അതിൻ്റെ അടി വേരെ ഇളക്കി തോണ്ടി നോക്കണത്. ചീര പോലും വിടുന്നില്ല. ചീരയുടെ അടിയിലും എന്തെങ്കിലും കിഴങ്ങുണ്ടോ എന്ന് നോക്കി. വളരെ ശല്യമാണ് കീരിയുടെ ശല്യം. ജോലി തിരക്കിൽ എങ്ങനെ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തി വന്നതിന് ശേഷം ചേന, ചേമ്പ്, മഞ്ഞൾ ഒക്കെ തോണ്ടി നശിപ്പിച്ചിട്ടുകൊണ്ട് പോകുന്നു. പലതവണ കൃഷിയോട് വെറുപ്പുണ്ടായിട്ടും വീണ്ടും 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 ഇനി സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് നടുമ്പം വീണ്ടും വളരെ ശല്യമാണ്. കർഷകൻ്റെ മിത്രമാണ് പാമ്പ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് പാമ്പ് വന്നപ്പോൾ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഈ കീരി വന്നതിന് ശേഷം വളരെ കഷ്ടമാണ്. ഒരിക്കലും എലി ഇങ്ങനെ ഉപദ്രവിക്കില്ല. ഉപദ്രവകാരികളായ ഈ കീരിയെ നശിപ്പിക്കാൻ എന്താ ഒരു മാർഗമെന്നറിയില്ല. വളരെ വിഷമവും കരച്ചിലും വന്നെനിക്ക്. ഇതുപോലെ പലർക്കും പല അനുഭവങ്ങളുണ്ട് കീരി ശല്യം. കാരണം വളരെ ശല്യമാണെന്ന് പലരും പറയുന്നുണ്ട്. അത് കാരണം പലരും കൃഷി ചെയ്യാൻ മടിച്ച് വെറുത്തു പോകുന്നു. നമ്മുടെ പരിസരത്ത് വേസ്റ്റൊന്നും ഇടാണ്ട് സൂക്ഷിച്ചാൽ അയൽവാസികൾ വലിച്ചെറിയുന്ന മാലിന്യത്തിന് വേണ്ടിയാണ് ഈ കീരികളും പട്ടികളും. പരിസരത്ത് വീടിനകത്ത് പട്ടി കയറി വരുന്നു. പട്ടികളും മാലിന്യം അന്വേഷിച്ച് നടക്കുകയാണ്. ഇതൊക്കെ ഉപദ്രവകാരികളായ ഇതുപോലുള്ള മൃഗങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് മാലിന്യം സംസ്കരണം വളരെ സൂക്ഷ്മതയോടെ ചെയ്താൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കീരി ശല്യം ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ആരെങ്കിലും പറഞ്ഞു തരൂ.